ഹലോ, ഇത് അമ്മ വന്നപ്പോഴുള്ള വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചായക്കുള്ള നൂൽപുട്ടും അതേപോലെ വെള്ളപ്പട്ടാണി കടലേൻ്റെ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. പിന്നെ രാവിലെ തന്നെ വീട്ടിലൊരുവിധം പണികളൊക്കെ തീർത്തു. ഇന്ന് ഞങ്ങൾക്കൊരു സ്ഥലം വരെയും പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ് രാവിലെ എണീറ്റൊക്കെ അതെല്ലാം റെഡിയാക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ രാവിലെ തന്നെയാണ് കേട്ടോ ഏട്ടൻ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുന്നത്. അപ്പം ഞാൻ നേരത്തെ എണീച്ച് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഇത് അമ്മയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ കാച്ചി വെച്ചതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. പിന്നെ കുറച്ച് തുണി അലക്കാനൊക്കെ ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആറിടാനുണ്ടായിരുന്നു. അപ്പോൾ അതും ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വന്ന് കാപ്പിയൊക്കെ കുടിച്ചു. പിന്നെ അത് ഏട്ടനൊക്കെ പോയതിന് ശേഷം ഞങ്ങളൊരു 10-10:30 ആയി. ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ റെഡിയായി കേട്ടോ. ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടത്. പിന്നെ വീട്ടിലേക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഓട്ടോയിൽ നിന്ന് ഞങ്ങൾ നേരെ ബസ് കിട്ടുന്നിടത്ത് പോയി ഇറങ്ങി. അവിടുന്ന് ബസ് കയറി. ഞങ്ങൾ താമരശ്ശേരി വന്നിട്ടാണ് കേട്ടോ ബസ് കയറിയത്. അപ്പം ഡയറക്റ്റ് ചുണ്ടയിൽ ചെന്നിറങ്ങി. മെയിനായിട്ടുള്ള കാര്യം ഞാൻ ഈ ചുണ്ടേ പള്ളിയിലൊന്ന് പോകണമെന്നായിരുന്നു. അവിടെ പോയി മെഴുതിരിയൊക്കെ കത്തിച്ച് ഞങ്ങൾ തിരിച്ച് ചുണ്ടയിൽ നിന്ന് തന്നെ നേരെ പൂക്കോടേക്ക് ഒരു ഓട്ടോറിക്ഷ എടുത്തു കേട്ടോ. ഇത് നമുക്ക് ഒറ്റയ്ക്കുള്ള ഓട്ടോറിക്ഷയല്ല, ഷെയർ ഓട്ടോ പോലെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ഓട്ടോയിൽ തന്നെ പൂക്കോടിൻ്റെ അവിടെ പോയി ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഞാനും അമ്മയും മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറി. 40 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ടിക്കറ്റ്. അത്യാവശ്യം തിരക്കുണ്ട്. ഞങ്ങൾ പോയത് വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു തിങ്കളാഴ്ച കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെക്കേഷൻ്റെ തിരക്കൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ 2 ദിവസം മുമ്പ് ഞങ്ങൾ വയനാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വ്ളോഗ് ഞാൻ വേറെ ആയിട്ടിടാം കേട്ടോ. ഞങ്ങൾ പൂക്കോട് ലേക്കിൻ്റെ ചുറ്റും ഒന്ന് റൗണ്ട് അടിച്ച് നടന്നു. നല്ല രസമാണ് കേട്ടോ കാണാനൊക്കെ. നിങ്ങളാരും പോയി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കും. നല്ല അടിപൊളി സ്ഥലമാണ്. മോൻ പിന്നെ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ. അവനെ നടക്കാൻ കുറേ സ്ഥലം കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അവനെ എടുക്കുന്നതിനേക്കാളും ഇഷ്ടം അവന് നടക്കുന്നതാണ് കേട്ടോ. പിന്നെ ഈ ലേക്കിൻ്റെ അകത്ത് ഒരു ചെറിയ റോസ് കളറിലൊരു പൂവുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അതാണ് കേട്ടോ വെള്ളത്തിൻ്റെ മുകളിൽ ഒരു റോസ് കളർ വരുന്നത്. നല്ല രസമായിരുന്നു ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനും അമ്മയും മോനും മാത്രമായതുകൊണ്ട് ഞങ്ങളൊരു ടൈമായിരുന്നു കേട്ടോ. അത് വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് അമ്മ അങ്ങനെ വന്നാൽ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാറുണ്ട്. അങ്ങനെ ലേക്കൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് ഒരു സൈഡിൽ നിന്ന് നടന്ന് മറ്റേ സൈഡിലെത്തിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊരു മാങ്ങ വാങ്ങി കേട്ടോ. അതിൻ്റെ അത് മുളക് ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള. അപ്പോൾ ഞങ്ങൾ അതൊക്കെ തന്നെ അവിടെ ഇരുന്നു. പിന്നെ മോന് ഉപ്പിടാത്ത ഒരു മാങ്ങ കഷ്ണവും വാങ്ങിക്കൊടുത്തു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ നിന്ന് കണ്ടു കേട്ടോ ഈ മലയാണ്. 2 അണ്ണാമാർ അതിൻ്റെ മുകളിലുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ ബസ് കയറുന്ന സ്ഥലത്ത് വന്ന് ബസ് കയറി താമരശ്ശേരി എത്തി. അവിടെ നിന്ന് ഒരു ഫ്രൂട്ട് സലാഡും കഴിച്ച് ഞങ്ങൾ യാത്ര അവസാനിപ്പിച്ചു. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.